ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 19ാം പതിപ്പിന് കൊടിയേറാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ്. പതിവ് പോലെ MS ധോണി എന്ന വിസ്മയം ഇത്തവണ മഞ്ഞക്കുപ്പായത്തിൽ കളിക്കാൻ ഇറങ്ങുമോ എന്ന ചോദ്യം ഉയരുമ്പോൾ ആരാധകരെ കടുത്ത ആശങ്കയിലാഴ്ത്തുന്ന ചില ദൃശ്യങ്ങളാണ് ചെന്നൈ ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിനോടൊപ്പം തന്നെ കേരളത്തിന്റെ സ്വന്തം സഞ്ജു സാംസൺ ചെന്നൈ നിരയിൽ എത്തിയതോടെ ടീമിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ധോണിയുടെ ഫിറ്റ്നസ് സംബന്ധിച്ച അനിശ്ചിതത്വം ടീം മാനേജ്മെന്റിനെ കുഴപ്പിക്കുന്നുണ്ട്. 44ാം വയസ്സിലും ക്രിക്കറ്റ് മൈതാനത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്ന MS ധോണിക്ക് പ്രായം വെറും ഒരക്കം മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി അദ്ദേഹത്തെ വേട്ടയാടുന്ന കാൽമുട്ടിലെ പരിക്ക് ഇത്തവണ കൂടുതൽ വില്ലനാവുകയാണ്. പരിശീലനത്തിനിടെ ധോണി കാലിനൽപ്പം പ്രയാസപ്പെട്ട് മുടന്തി നടന്നു പോകുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ആശങ്കകൾ തുടങ്ങിയത്. കഴിഞ്ഞ സീസണിൽ പല മത്സരങ്ങളിലും ധോണി വേദന സംഹാരികൾ കഴിച്ചാണ് കളത്തിൽ ഇറങ്ങിയിരുന്നത്. ബാറ്റിംഗിനിടയിൽ വിക്കറ്റുകൾക്കിടയിലുമുള്ള ഓട്ടം കുറയ്ക്കാനും സിക്സറുകളിലൂടെ സ്കോർ ചെയ്യാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. എന്നാൽ ഇത്തവണ വിക്കറ്റ് കീപ്പിനിടെ കുന്തിച്ചിരിക്കാനും മറ്റും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന സംശയം ശക്തമാണ്. ധോണിയുടെ ശാരീരികക്ഷമത സംബന്ധിച്ച് CSK ഇതുവരെ ഔദ്യോഗിക പത്രക്കുറിപ്പുകൾ ഇറക്കിയിട്ടില്ലെങ്കിലും പരിശീലന സെക്ഷനുകളിൽ അദ്ദേഹം കൂടുതൽ സമയം വിശ്രമിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. രാജസ്ഥാൻ റോയൽസിൽ നിന്നും ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു എത്തിയത് ഈ സീസണിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫറുകളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ധോണിയുടെ പിൻഗാമിയായി CSK തിരയുമ്പോൾ സഞ്ജുവിനേക്കാൾ മികച്ചൊരു ഓപ്ഷൻ അവർക്ക് മുന്നിലില്ല. എന്നാൽ സഞ്ജു ടീമിൽ ഏത് റോളിലായിരിക്കും കളിക്കുക എന്നത് ഇന്നും ഒരു നിഗൂഢതയാണ്. പങ്കുവച്ച ചില ചിത്രങ്ങൾ സഞ്ജു ഗ്ലൗസുകളില്ലാതെ ഓൾഡ് ഫീൽഡിൽ ക്യാച്ചിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടു. ഇത് സഞ്ജുവിനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി മാത്രം കളിപ്പിക്കാനാണോ ചെന്നൈ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു. ധോണി വിക്കറ്റിന്റെ പിന്നിൽ ഉണ്ടെങ്കിൽ സഞ്ജുവിന് ഫീൽഡറായി നിൽക്കേണ്ടി വരും. എന്നാൽ ധോണിയുടെ പരിക്ക് വില്ലനായാൽ വിക്കറ്റ് കീപ്പിംഗ് ഗ്ലൗസുകൾ സഞ്ജു തന്നെ ഏറ്റെടുക്കേണ്ടി വരും. ധോണി ഒരു ഇമ്പാക്ട് പ്ലെയറായി ബാറ്റിംഗിൽ മാത്രം വരികയും സഞ്ജു കീപ്പിംഗ് ഡ്യൂട്ടി നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു തന്ത്രം CSK ആലോചിക്കുന്നുണ്ടാകാം. മാർച്ച് 30-ന് ഗുവാഹത്തിയിൽ വെച്ച് നടക്കുന്ന സീസണിലെ ആദ്യ മത്സരം വൈകാരികമായി സഞ്ജുവിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. തന്റെ പഴയ ടീമായ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് സഞ്ജു ആദ്യമായി ചെന്നൈയുടെ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങുന്നത്. സഞ്ജുവിനെ വിട്ടുകൊടുത്ത രവീന്ദ്ര ജഡേജയും സാം കറനെയും സ്വന്തമാക്കിയ രാജസ്ഥാൻ റോയൽസ് വലിയൊരു പരീക്ഷണത്തിനാണ് ഇപ്പോൾ മുതിർന്നത്. പഴയ തട്ടകത്തിനെതിരെ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം എങ്ങനെ ഉണ്ടാകുമെന്ന് കാണാൻ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ്. ഗുവാഹത്തിയിൽ ബാറ്റിംഗ് സൗഹൃദ പിച്ചിൽ സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് CSKയ്ക്ക് വലിയ മുൻതൂക്കം നൽകുമെന്നത് ഉറപ്പാണ്. ജഡേജയുടെ സ്പിൻ തന്ത്രങ്ങളെ സഞ്ജു എങ്ങനെ നേരിടുമെന്നതും മത്സരത്തിലെ പ്രധാന ആകർഷണമായിരിക്കും. ധോണി കളിച്ചില്ലെങ്കിൽ CSKയുടെ നായക സ്ഥാനം ആരേറ്റെടുക്കുമെന്നതും ചർച്ചാ വിഷയമാണ്. ഋതുരാജ് നായകനായി തുടരുമ്പോൾ സഞ്ജുവിന്റെ സാന്നിധ്യം ടീമിന് അനുഭവ സമ്പത്തിന്റെ കരുത്തും നൽകുന്നു. മിഡിൽ ഓർഡറിൽ സഞ്ജുവും ഋതുരാജും ശിവൻ ദുബെയും ചേരുന്ന സഖ്യം ഏതൊരു ബൗളിംഗ് നിരയും തകർക്കാൻ കെൽപ്പുള്ളതാണ്. ധോണിക്ക് ഫീൽഡ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അദ്ദേഹം ബാറ്റിംഗിന് മാത്രം ഇറങ്ങുന്നത് ടീമിന് ഗുണകരമാകുമോ എന്നതിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 10ാം നമ്പറിലോ 8ാം നമ്പറിലോ ഇറങ്ങി കുറച്ച് പന്തുകളിൽ വലിയ അടികൾ നടത്തുക എന്ന ധോണിയുടെ ശൈലി ടീമിന് വലിയ മുതൽക്കൂട്ടാണ്. എന്നാൽ സഞ്ജുവിനെ പോലൊരു മികച്ച കീപ്പർ ഉള്ളപ്പോൾ ധോണി കീപ്പിംഗിന് ഇറങ്ങി റിസ്ക് എടുക്കേണ്ടതില്ലെന്നാണ് ഒരു വിഭാഗം ആരാധകരുടെ അഭിപ്രായം. ധോണി മുടന്തി നടക്കുന്ന വീഡിയോ കണ്ട ചെന്നൈ ആരാധകർ വലിയ വിഷമത്തിലാണ്. തലയെ ഈ അവസ്ഥയിൽ കാണുന്നതിൽ വേദനിക്കുന്നുണ്ടെന്നും പരിക്കുണ്ടെങ്കിൽ വിശ്രമിക്കൂ, ആരോഗ്യമാണ് പ്രധാനമെന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു. അതേസമയം സഞ്ജു ചെന്നൈയുടെ ഭാഗമായതിൽ മലയാളി ആരാധകർ വലിയ ആവേശത്തിലാണ്. കേരളത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ആരാധകരുടെ എണ്ണം ഇരട്ടിയാക്കാൻ സഞ്ജുവിന്റെ വരവ് കാരണമായിട്ടുണ്ട്. IPL 2026 ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റത്തിന്റെ സീസണാണ്. ധോണി എന്ന ഇതിഹാസത്തിൽ നിന്നും സഞ്ജു സാംസൺ എന്ന പുതിയ തലമുറയിലേക്കുള്ള കൈമാറ്റം ഈ സീസണിൽ സംഭവിച്ചേക്കാം. ധോണിയുടെ പരിക്ക് അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന സീസണാണോ ഇതെന്ന ചോദ്യം വീണ്ടും ഉയർത്തുന്നു. എന്നാൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിച്ച് തിരികെ വരുന്ന ധോണിയുടെ ശൈലി ആരാധകർക്ക് ഇപ്പോഴും പ്രതീക്ഷ നൽകുന്നു. മാർച്ച് 30-ന് ഗുവാഹത്തിയിൽ പന്തുരുളുമ്പോൾ മാത്രമേ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി ലഭിക്കൂ.